മക്കളെ, പടമായി എന്നാണ് അറിയുന്നത്. പടമായി ചെമരിൽ തൂങ്ങി എന്നാണ് അറിയുന്നത്. പക്ഷെ പുറത്തു വിട്ടിട്ടില്ല, ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുമില്ല പടമായി ചെമരിൽ തൂങ്ങിയെന്ന്. പക്ഷേ മൊത്തത്തിലുള്ള ഒരു ടോക്ക് പടമായി ചെമരിൽ തൂങ്ങിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചാവേണ്ടവനാണോ ഇവൻ? നിങ്ങൾ പറയും. എന്നാൽ ഞാൻ പറയും, ഇവൻ ഇങ്ങനെ ചാവേണ്ടവനല്ല. ഇവൻ ചാവണം എങ്ങനെയാണെന്നറിയോ? കിടന്ന് ദ്രവിച്ച് 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 പുഴുവെടുത്ത് ചാവേണ്ടവനാണ്. കാരണം ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ഇന്ത്യ അടക്കം, നമ്മുടെ വീട്ടിലെ അടുക്കളകളിൽ വരെ എത്തി യുദ്ധം. ഇല്ലേ? മനസ്സിലായില്ലേ? ഗ്യാസും മറ്റും കിട്ടാതെ നമ്മളിങ്ങനെ ഇന്നേ വരെ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ ലോകരാജ്യങ്ങളും ഈ അറബ് രാജ്യങ്ങളുമായിട്ട് നമ്മളൊക്കെ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്ന ഈ അറബ് രാജ്യത്തും ഏറ്റവും കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ആരാണ്? ഈ നായിൻ്റെ മോനാണ്. ഇല്ലേ? ഇവൻ ഇങ്ങനെയാണോ ചാവേണ്ടത്? ഒരുപാട് പിഞ്ചു മക്കളുടെ രക്തം കയ്യിലില്ലേ? ഇനി ഇസ്രായേലിന്റെ മക്കളാവട്ടെ, ഇസ്രായേലിലെ പിഞ്ചു മക്കളല്ലേ, അവർ ജീവനുള്ള മക്കളല്ലേ? പലസ്തീനിലെ പിഞ്ചു മക്കള്, അതായത് മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമായ പിഞ്ചു മക്കള് ഇസ്രായേലിലെയും പാലസ്തീനിലെയും സിറിയയിലെയും ലിബനാനിലെയും ഇപ്പൊ നമ്മുടെ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും മരിച്ചു വീണ, ഇറാനിൽ മരിച്ചു വീണ 130ഓളം സ്കൂൾ കുട്ടികൾ, അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും ഇവന്റെ ക്രൂരത കൊണ്ട് മരിച്ചു വീണ ഒരുപാട് പിഞ്ചു മക്കളുടെ രക്തം ഇവന്റെ കയ്യിലില്ലേ? ഇവൻ ഇങ്ങനെ ചാവേണ്ടവനാണോ? ഒരിക്കലും അല്ല. ഇവൻ ഇങ്ങനെയല്ല ചാവേണ്ടത്. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും ഇവൻ മരണം എങ്ങനെയാണെന്ന് അറിഞ്ഞറിഞ്ഞ് ചാവേണ്ടവനാണ്. പക്ഷെ ചത്തിട്ടുണ്ടെങ്കിൽ അത് ചാവട്ടെ, നല്ലൊരു കാര്യം തന്നെയാണ്. പട്ടിക്ക് തുല്യം ചത്തു എന്ന് തന്നെ പറയാം, വേറൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ പറയും, ഇങ്ങനെ ചാവേണ്ടവനല്ല ഇവൻ. ഇവൻ ഇങ്ങനെയല്ല ചാവേണ്ടത്. കാരണം ഇവിടെ നമ്മളടക്കമുള്ള പ്രവാസികളും മറ്റു പല രാജ്യങ്ങളും അടക്കം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇവനെ കൊണ്ടാണ്. ഈ യുദ്ധക്കൊതി മൂത്ത് ഭ്രാന്തായ ഈ മോനിയെ കൊണ്ടാണ്. സത്യമായിട്ട് ഇവനെ പോലുള്ളൊരു വേറെ മോനെ കൊണ്ടാണ് നമ്മൾ ഈ രാജ്യങ്ങൾ മൊത്തം പ്രശ്നം. ഇവന്റെ യുദ്ധക്കൊതി കൊണ്ട് മാത്രമാണ് ഈ ലോകരാജ്യങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവന്റെ ഈ യുദ്ധക്കൊതി മൂത്താണ് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇവന്റെ ഒപ്പം കൂട്ടുനിന്നിട്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കൈയേറുന്നത്. പക്ഷെ ഇവൻ ചത്ത് പടമായി പെട്ടിയിലായെന്ന് പറയുന്നുണ്ട്, പക്ഷെ പുറത്തൊന്നും വരുന്നില്ല. പക്ഷെ ഞാനൊരിക്കലും ഇവൻ ചത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചാവാൻ വേണ്ടി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. ഇവൻ ഇങ്ങനെ അല്ല ചാവേണ്ട. ഓരോ നിമിഷവും മരണം എന്താണെന്ന് അറിഞ്ഞ് പുഴുവരിച്ച് അവിടെ കിടന്ന് പുഴുവരിച്ച് ഓരോ പുഴുക്കളും ഇവന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ നുളഞ്ഞ് വരണം. അങ്ങനെ ഇവൻ ചാവണം. ആ ഒരു ചാവാണ് ഇവന് വേണ്ടത്. അല്ലാതെ ഒരു പടക്കം വന്ന് പെട്ടെന്ന് വീണ് ചാവുന്ന ചാവല്ല ഇവന് വേണ്ടത്. കാരണം ഒരുപാട് പിഞ്ചു മക്കളുടെ രക്തത്തിന്റെ കറ ഇവന്റെ നശിച്ച കൈകളിലുണ്ട്. അതുകൊണ്ട് ഇവൻ ഇങ്ങനെ അല്ല ചാവേണ്ടത്. എന്തായാലും ചത്തെങ്കിൽ വളരെ നല്ല കാര്യം. പുണ്യവാനായ ദൈവത്തിന് സ്തുതി പറയുന്നുണ്ട്, വേറൊന്നും പറയാനില്ല. ചത്തെന്നാണ് പറയുന്നത്. സന്തോഷം. ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഇല്ല ചത്തിട്ടുണ്ടെങ്കിൽ.